രാജസ്ഥാൻ യാത്രയിൽ എൻ്റെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ അജ്മീർ അതുപോലെ തന്നെ പുഷ്കറും കഴിഞ്ഞ് നേരെ ഞാൻ ഇനി പോകുന്നത് ചിത്തോർഗട്ടയിലേക്കാണ്. ചരിത്രമുറങ്ങുന്ന രാജസ്ഥാനിൻ്റെ മണ്ണ് ചിത്തോർഗഡ്. ഇപ്പോൾ ഞാനുള്ളത് അജ്മീർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്ന് വൈകിട്ടാണ് എൻ്റെ ട്രെയിൻ ചിത്തോർഗഡിലേക്ക്. അജ്മീർ റെയിൽവേ സ്റ്റേഷൻ രാജസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ കേന്ദ്രങ്ങളിലൊന്നാണ്. സൂഫി ആത്മീയതയുടെ നഗരമായ അജ്മീറിൽ ആയിരക്കണക്കിന് യാത്രകൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ സ്റ്റേഷനിലൂടെയാണ്. ദർഗാ ഷരീഫിലെത്തുന്ന തീർത്ഥാടകരും രാജസ്ഥാൻ്റെ ചരിത്രം തേടുന്ന യാത്രക്കാരും ഒരേ പ്ലാറ്റ്ഫോമിൽ കൂടിച്ചേരുന്ന സ്ഥലം. ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഓരോ ട്രെയിനും ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്കല്ല, ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു ചരിത്രത്തിലേക്കുള്ള യാത്രയാണ്. ട്രെയിനിൽ ഞാനും വേറെ കുറച്ച് ആളുകളും മാത്രമാണ് ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിലുള്ളത്. വളരെ വൈകാതെ തന്നെ ട്രെയിൻ യാത്ര ആരംഭിച്ചു. ചിത്തോർഗഡ് ലക്ഷ്യമാക്കി. രാജസ്ഥാൻ ഇന്ത്യയിലെ വിസ്തീർണത്തിൽ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സംസ്ഥാനം ചരിത്രവും ഭൂമിശാസ്ത്രവും ഒരുപോലെ ശക്തമായി അടയാളപ്പെടുത്തിയ ഒരു ഭൂമിയാണ്. ഇന്ന് രാജസ്ഥാനിൽ ഏകദേശം 50 ജില്ലകളുണ്ട്. ഓരോ ജില്ലയിലും വ്യത്യസ്തമായ സംസ്കാരവും ഭാഷാ ശൈലിയും ജീവിത രീതിയും കൈവരിച്ചിരിക്കുന്നു. മരുഭൂമിയും മലനിരകളും ഒരേ സംസ്ഥാനത്ത് കൂടിച്ചേരുന്ന അപൂർവതയും രാജസ്ഥാൻ്റെ പ്രത്യേകതയാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ രാജസ്ഥാൻ ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ്. ഏകദേശം 8 കോടിയിലധികം ആളുകൾ ഈ വിശാല ഭൂമിയിൽ ജീവിക്കുന്നു. ഗ്രാമീണ ജീവിതമാണ് കൂടുതലും ശക്തം. എന്നാൽ ജയ്പൂർ, ജോധ്പൂർ, ഉദയ്പൂർ പോലുള്ള നഗരങ്ങൾ ആധുനികതയും പാരമ്പര്യവും ചേർന്ന രൂപമാണ്. ചിത്തോർഗഡ് എത്തുമ്പോൾ നമ്മൾ കടക്കുന്നത് മേവാർ മേഖലയിലേക്കാണ്. മേവാർ രാജാക്കന്മാരുടെ ധൈര്യത്തിൻ്റെയും ആത്മമര്യാദയുടെയും കഥകൾ നിറഞ്ഞ ഭൂമിയാണ്. ചിത്തോർഗഡ് കോട്ട ഈ ജില്ലയുടെ ഹൃദയമാണ്. രാജസ്ഥാനിൽ ഏറ്റവും ശക്തമായ ചരിത്ര പ്രതീകങ്ങളിൽ ഒന്ന്. ഇവിടുത്തെ പ്രധാന ഭാഷ ഹിന്ദിയാണ്. അതോടൊപ്പം മെവാരി എന്ന പ്രാദേശിക ഭാഷയും വ്യാപകമായി സംസാരിക്കപ്പെടുന്നു. ടൂറിസ്റ്റ് കേന്ദ്രമായതിനാൽ ഇംഗ്ലീഷ് മനസ്സിലാകുന്ന ആളുകളും ഇവിടെ നമുക്ക് കണ്ടുമുട്ടാം. ചിത്തോർഗഡിൻ്റെ സംസ്കാരം രജപുത്ത് പാരമ്പര്യത്തിലാണ് നിലനിൽക്കുന്നത്. ജനജീവിതത്തിൽ ധൈര്യവും ഗൗരവവും വലിയ മൂല്യങ്ങളാണ്. ജനകീയ സംഗീതം, നൃത്തം, പരമ്പരാഗത വസ്ത്രധാരണം, ഗംഗാർ നവരാത്രി പോലുള്ള ഉത്സവങ്ങൾ എല്ലാം ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ചിത്തോർഗഡ് ജില്ലയിലെ ജനസംഖ്യ ഏകദേശം 15 ലക്ഷം വരെയാണ്. നഗര ജനസംഖ്യ താരതമ്യേന കുറവായിരിക്കുമ്പോഴും ചരിത്ര പ്രാധാന്യത്തിൽ ഈ സ്ഥലം രാജസ്ഥാനിലെ ഏറ്റവും വലിയ പേരുകളിൽ ഒന്നാണ്. ഇതാണ് ചിത്തോർഗഡ് റെയിൽവേ സ്റ്റേഷൻ. രാത്രിയിലാണ് ഞങ്ങൾ ചിത്തോർഗഡിലെത്തുന്നത്. 4 മണിക്കൂറിൽ കൂടുതൽ അജ്മീറിൽ നിന്ന് ചിത്തോർഗഡിലേക്ക് യാത്ര ചെയ്യാനുണ്ട്. ചിത്തോർഗഡ് റെയിൽവേ സ്റ്റേഷൻ ചെറുതാണെങ്കിലും തിരക്കുള്ളൊരു സ്റ്റേഷനാണ്. ചരിത്ര നഗരിയിലേക്കുള്ള ആദ്യ വാതിലു പോലെ ഈ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നു. കോട്ട കാണാൻ വരുന്ന യാത്രക്കാരും ദൈനംദിന യാത്രക്കാരും ഒരേ പ്ലാറ്റ്ഫോമിൽ ഇവിടെ കൂടിച്ചേരുന്നു. ട്രെയിൻ യാത്രക്കാരെ ചുറ്റി നിൽക്കുന്നത് ഓട്ടോ ഡ്രൈവർമാരുടെ ശബ്ദങ്ങളാണ്. ഫോർട്ട്, ഫോർട്ട്, ഹോട്ടൽ, ഹോട്ടൽ എന്ന് വിളിച്ചു പറഞ്ഞ് ഒരു നിമിഷം പോലും ശാന്തമായി ചിന്തിക്കാൻ സമയം തരാത്ത ഒരു തിരക്ക്. ആദ്യമായെത്തുന്ന യാത്രക്കാർക്ക് ഈ അവസ്ഥ കുറച്ച് അസ്വസ്ഥമുണ്ടാക്കും. ചിലർ അമിത വില പറയും, ചിലർ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്യും. ഇത് ചിത്തോർഗഡിൻ്റെ ചരിത്രത്തോട് ഒട്ടും ചേരാത്ത ഒരു കാഴ്ചയാണ്. എന്നാൽ ഇവിടെ ഒന്ന് ഓർക്കണം, ശാന്തമായ ഉറച്ച തീരുമാനത്തോടെ നമ്മൾ പോകേണ്ട സ്ഥലവും വിലയും മുൻകൂട്ടി പറഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാം. നല്ലൊരു റൂമിന് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു ഞങ്ങൾ. അരമണിക്കൂറോളം ഞങ്ങളൊരു ബഡ്ജറ്റ് യാത്രക്കാരായതുകൊണ്ട് തന്നെ നല്ല റൂം, അതല്ലെങ്കിൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് രീതിയിലുള്ള റൂമിന് വേണ്ടി അലഞ്ഞു. 4-5 ഹോട്ടലുകളും ഞങ്ങൾ മാറി മാറി റൂമിന് വേണ്ടി തിരഞ്ഞു. മുൻകൂട്ടി ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം രാത്രിയിലെ കിടപ്പ് അത്യാവശ്യം നല്ല വൃത്തിയിലാവണം എന്ന് ഞങ്ങൾക്ക് 3 പേർക്കും നിർബന്ധമുണ്ടായിരുന്നു. കാരണം അത്രത്തോളം ടയേർഡാണ് യാത്ര കാരണം. പല ഹോസ്റ്റലുകളും ഇതേ രീതിയിലായിരുന്നു. അവിടേക്ക് പോവാൻ തന്നെ മനസ്സ് വരാത്ത രീതിയിൽ. അവസാനം ഞങ്ങളുടെ ഒരു കൂട്ടുകാരനിലൂടെ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ഹോട്ടലിനെ കുറിച്ച് അറിയുകയാണ്. അപ്പോഴത്തേക്ക് ടൗണിൻ്റെ മറ്റൊരു ഭാഗത്ത് ഞങ്ങൾ നടന്നെത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാഴ്ച തെല്ലൊന്ന് ഞങ്ങളെ അലോസരപ്പെടുത്തി.
തിരിച്ച് വീണ്ടും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നെത്തി. ഏകദേശം സമയം 10-11 മണിയായിട്ടുണ്ടായിരുന്നു. ഫോർട്ട് വ്യൂ റെയിൽവേ റിട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രൈവറ്റ് റൂമിലേക്കാണ് ഞങ്ങൾ എത്തിയത്. സത്യത്തിൽ ഇത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് എങ്കിലും ഒരു സബ്സിഡറി കമ്പനി റെയിൽവേയിൽ നിന്ന് ഏറ്റെടുത്ത് നടത്തുന്നതാണ് എന്നെനിക്ക് തോന്നി. സത്യത്തിൽ പശുക്കളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയാണ്, കയറാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഗേറ്റ് ഇവർ ഇവിടെ സ്ഥാപിച്ചത്. സത്യത്തിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത്രയും മനോഹരമായിരുന്നു ഈ റൂമുകൾ. ഞങ്ങൾ 250 രൂപ പെർ ഹെഡ് വെച്ച് നല്ല ബാർഗെയിനിങ് ചെയ്യുകയായിരുന്നു 250 രൂപയ്ക്ക് കിട്ടാൻ. ഇതാ അത്യാവശ്യം നല്ല വൃത്തിയിൽ ബ്രാൻഡ് ന്യൂ ബിൽഡിംഗ് ആയതുകൊണ്ട് മറുത്തൊന്നും ചിന്തിക്കാൻ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഞങ്ങൾ ഡോർമെറ്ററിയാണ് സെലക്ട് ചെയ്തത്. ഇനി ഇവിടെ താമസത്തിനെത്തുന്നവർക്ക് സിംഗിൾ ബെഡ്റൂമും കൂടി അവൈലബിൾ ആണ്. ഇതാണ് ബാത്റൂമും അതുപോലെ തന്നെ കുളിമുറിയും എല്ലാം. ഞങ്ങൾക്ക് 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇവിടെ താമസിക്കാൻ. അങ്ങനെ ഞങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കാതെ നേരെ നിദ്രയിലേക്ക്. കാരണം അടുത്ത ദിവസം രാജസ്ഥാനിൻ്റെ തന്നെ ഏറ്റവും മനോഹരമായ ചിത്തോർഗഡ് ഫോർട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. അതിൻ്റെ ജിജ്ഞാസയിലാണ്. കുറച്ചുകൂടി പഠിക്കാനും വായിക്കാനുമെല്ലാം ഉണ്ട്. ഇനി നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ഭക്ഷണപ്രിയരാണ് എങ്കിൽ ഈ ഡോർമെറ്ററിയുടെ തൊട്ടു പുറകിലായി ഒരു ഹോട്ടലുണ്ട്. തട്ടുകട എന്ന് തന്നെ പറയാം. പക്ഷേ ഭക്ഷണം അതിഗംഭീരമായിരുന്നു. ഓക്കെ, ബൈ.